Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Dialysis service complete ചെയ്തില്ലേ chapter? Yes, miss. Okay, questions എഴുതിയായിരുന്നോ? ഇല്ല. Okay. Notes എടുത്തോ കേട്ടോ. നമുക്ക് കുറച്ച് questions എഴുതിയിട്ട് പുതിയ ചാപ്റ്ററിലേക്ക് പോകാം. Okay, അപ്പൊ first question എഴുതിക്കോ. First question. Which organ purify? Which organ purify? Which organ purify the blood? Which organ purify the blood? ഏത് organ ആണ്? Kidney, അല്ലേ? Very good. Kidney ആണ്. Which organ purify the blood? Blood നെ purify ചെയ്യുന്ന organ ഏതാണ്? Kidney, അല്ലേ? Second question. Dash is a treatment. Dash is a treatment. Dash is a treatment used by those. Dash is a treatment used by those with chronic kidney disease. With chronic kidney disease. Dash is a treatment used by those with chronic kidney disease. Dash is a treatment used by those with chronic kidney disease. എന്താണ് ആൻസർ വരിക? ഏത് ട്രീറ്റ്മെന്റ് ആ? ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് ഉപയോഗിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ഏതാ? നമ്മള് പഠിച്ച ട്രീറ്റ്മെന്റിന്റെ പേര് ഏതാ? വെരി ഗുഡ്, ഡയാലിസിസ്, അല്ലെ? ഡയാലിസിസ് എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ആണ്. ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് മെത്തേഡ് ആണ് ഡയാലിസിസ്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. Acute renal failure means. Acute renal failure means. Acute renal failure means. Acute renal failure means. അതിന് ഓപ്ഷൻസ് എഴുതണമെന്നില്ല, ഞാൻ ഓപ്ഷൻസ് വായിക്കാം. അപ്പൊ നിങ്ങൾ കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ആ ഒരു കറക്റ്റ് ആൻസർ മാത്രം എഴുതി വെച്ചാലും മതി. ഓക്കെ, ഓപ്ഷൻസ് എന്തായിരുന്നു? അക്യൂട്ട് റീനൽ ഫെയിലിയർ മീൻസ് എന്താണ്? അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇതായിരുന്നു, പേഷ്യന്റ് ഹാവ് പെർമനന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫങ്ഷൻസ്. ഓപ്ഷൻ എ ആയിരുന്നു, പേഷ്യന്റ് ഹാവ് പെർമനന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫങ്ഷൻ. ഓപ്ഷൻ ബി ആയിരുന്നത്, കിഡ്നി which need continuous dialysis for the rest of your life. Kidney which need continuous dialysis for the rest of your life. Option C, patient who have recently lost kidney functions. And option D, none of the above. Is option option C ആണ് അല്ലെ? Patients who have recently lost kidney functions ആയിരുന്നു ആൻസർ. ഓക്കെ, അപ്പൊ അതാ ഒരു ആൻസർ മാത്രം എഴുതി വെച്ചാലും മതി കേട്ടോ. അപ്പൊ patients who have recently lost kidney functions. അതല്ലേ ആൻസർ? acute renal failure എന്ന് പറയുന്നത് patient who have recently lost kidney functions. Okay. Fourth question ആ ഹെഡിങ് ആയിട്ട് എക്സ്പാൻഡ് എന്ന് കൊടുക്കാം കേട്ടോ. എക്സ്പാൻഡ് എന്ന് കൊടുക്കാം. അതിനടിയിലേക്ക് ഓരോ 1, 2, 3 എന്ന നമ്പർ ഇട്ട് ഒരു 8 എക്സ്പാൻഡ് ഫോംസ് നമുക്ക് എഴുതാനുണ്ട്. അത് ഷോർട്ട് ഫോംസ് ചെയ്ത് അതിന് നേരെ എക്സ്പാൻഡ് ഫോം എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുന്നതിൽ ഫസ്റ്റ് വൺ ആണ് AKI. ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതണുണ്ടോ ഷോർട്ട് ഫോംസ് ഒക്കെ? AKI എന്താ? AKI acute kidney injury,
അല്ലെ? അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, AKI. Then സെക്കൻഡ് വൺ ആണ്, എക്സ്പാൻഡ് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എല്ലാ ഷോർട്ട് ഫോംസും എക്സ്പാൻഡ് ഫോംസും ഒരുമിച്ച് അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പഠിക്കാൻ എളുപ്പമുണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ സെക്കൻഡ് വൺ നോക്കിയേ, ESKD. ESKD എന്ന് പറഞ്ഞാൽ എന്താ? ESKD end stage kidney disease അല്ലെ? end stage kidney disease. Okay, end stage kidney disease. Then third question, third one ആണ് കേട്ടോ. third ഇതിൽ വരുന്ന എക്സ്പാൻഡഡിൽ വരുന്ന third one ആണ്, HD. എന്താ HD? വെരി ഗുഡ്, ഹീമോഡയാലിസിസ് അല്ലെ? നെക്സ്റ്റ് വൺ ആണ് PD. എന്താ? PD പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെ? PD പെരിറ്റോണിയൽ ഡയാലിസിസ്. നെക്സ്റ്റ് ഫിഫ്ത് വൺ ആണ് CAPD. എന്താ CAPD? കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. CAPD കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് CCPD കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. CCPD കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഓക്കെ, സെവൻത് വൺ അല്ലേ? അടുത്തത് സെവൻത് അല്ലേ നമ്പർ വരുന്നത്? IPD എന്താണ്? ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. IPD. ഓക്കെ, ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒന്നും കൂടി പറയാം കേട്ടോ. 8th വൺ CRRT. അടുത്തത് CRRT. ലാസ്റ്റ് വൺ ആണ്, 8th വൺ ആണ് CRRT. CRRT എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. CRRT കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. CRRT കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. ഓക്കെ, ഫസ്റ്റ് വൺ ഏതാ പറഞ്ഞേ? AKI അല്ലെ? അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. നെക്സ്റ്റ് വൺ ഏതാ? ESKD അല്ലെ? end stage kidney disease. തേർഡ് വൺ ഏതാ പറഞ്ഞേ? HD ഹീമോഡയാലിസിസ്. PD പെരിറ്റോണിയൽ ഡയാലിസിസ്. Then CAPD കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. CCPD എന്താ? കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. Then IPD എന്താണ്? IPD ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. Then last one CRRT കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. കിട്ടിയോ എല്ലാവർക്കും? Okay, next question, fifth question. The lining of abdomen is dash. The lining of abdomen is dash. എന്താ അബ്ഡോമിനൽ ലൈനിങ്ങിനെ വിളിക്കുന്ന പേരെന്താ? The lining of abdomen is dash. വെരി ഗുഡ്, പെരിറ്റോണിയം അല്ലെ? പെരിറ്റോണിയം. ഓക്കെ, ആൻസർ എന്താ? ലൈനിങ് ഓഫ് അബ്ഡോമൻ ഈസ് പെരിറ്റോണിയം എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ? അപ്പൊ ഏതാണ് കിട്ടാത്തത്? അതിൽ ഫസ്റ്റ് വൺ അല്ലെ? ഏതാ കിട്ടാത്തത്? 8th വൺ ആണോ? 8th വൺ എന്താ? CRRT കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. CRRT. IPD എന്താ? ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഓക്കെ, നോട്ട്സിൽ ഉണ്ടാവും കേട്ടോ. നോട്ട്സിലുള്ളത് നോക്കി നിങ്ങൾ എഴുതിയാൽ മതി. ഞാൻ നോട്ട്സിൽ അങ്ങനെ തന്നെ ഫുൾ ഫോംസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് IPD. ഓക്കെ,
കിട്ടിയോ എല്ലാവർക്കും? ക്ലിയർ ആയോ നവ്യ? നവ്യക്ക് ഏതേനും കിട്ടാത്തെ? 7th ആണ് IPD, ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. IPD, ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഓക്കെ, ആ 5 ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ, നമ്മൾ പുതിയ ചാപ്റ്ററിലേക്ക് പോവാണ്. മോർച്ചറി സർവീസ് കേട്ടോ, മോർച്ചറി സർവീസ് ആണ്, പുതിയ ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് മോർച്ചറി ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ പോയപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മോർച്ചറി? കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? നമ്മളങ്ങനെ പെട്ടെന്നില്ല അല്ലെ, നമ്മൾ പെട്ടെന്ന് അങ്ങനെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്താണോ മോർച്ചറി ഹോസ്പിറ്റലിൽ ഉണ്ടാവുക? കാണാൻ പറ്റുന്ന ഏരിയയിലായിരിക്കും അല്ല അല്ലെ? കാരണം നമുക്ക് അങ്ങനെ നമ്മൾ നേരെ കയറിച്ചിരുന്ന ആ ഒരു ഫ്രണ്ട് ഭാഗത്തൊന്നും ആയിരിക്കില്ല മോർച്ചറിയുടെ സ്ഥാനം വരിക അല്ലെ. നമുക്കൊരു എന്താണ് അധികം ആരും ചെല്ലാത്ത ഒരു ഒറ്റപ്പെട്ട ഏരിയ നോക്കിയൊക്കെയാണ് മോർച്ചറി എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ മോർച്ചറിയും ഇതൊക്കെ തന്നെയാണ് നമുക്ക് പറയുക. ലൊക്കേഷൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അതുപോലെ മോർച്ചറിയുടെ ടൈപ്പ് പഠിക്കാനുണ്ട്. ചെറിയൊരു ചാപ്റ്റർ ആണ്, പക്ഷെ കുറച്ച് കാര്യങ്ങൾ അതില് മോർച്ചറിയുമായി ബന്ധപ്പെട്ട് ചില പ്രധാന കാര്യങ്ങൾ മാത്രമേ ഇതിൽ പഠിക്കുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ നമുക്ക് മോർച്ചറിയെ കുറിച്ച് എന്തിനാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു മോർച്ചറി ഉള്ളത്? എന്തിനു വേണ്ടിയിട്ടാ? എന്തിനു വേണ്ടിയാ ഹോസ്പിറ്റലിൽ ഒരു മോർച്ചറി ഉള്ളത്? എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനാ മോർച്ചറി ഉള്ളത്? ഡെഡ് ബോഡീസിനെ എന്ത് ചെയ്യാനാണ്? സ്റ്റോർ ചെയ്ത് വെക്കാൻ അല്ലെ, കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. കീപ്പ് ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലമാണ് മോർച്ചറി എന്ന് പറയുന്നത്. അങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഡെഡ് ബോഡീസിനെ, മൃതശരീരങ്ങളെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്ഥലമാണ് എന്താണ് മോർച്ചറി എന്ന് പറയുന്നത് അല്ലെ. ഹോസ്പിറ്റല്, ഏതൊരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടും നമ്മുടെ മോർച്ചറി സേവനങ്ങളൊക്കെ ലഭ്യമാണ്. നമുക്ക് അവിടെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആളുകളെ നമ്മുടെ ആ ഒരു മോർച്ചറിയിലേക്കാണ് മാറ്റുന്നത് അല്ലെ. മോർച്ചറി സർവീസ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് നോക്കാം. മോർച്ചറി സർവീസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്, സിമ്പിൾ ചാപ്റ്റർ ആണ്, ചെറിയൊരു ചാപ്റ്റർ ആണ്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. ഇൻട്രൊഡക്ഷൻ നോക്കിയേ. Mortuary is an inevitable part of every hospital as it handles the preservation of the dead body so that the forensic clinicians and pathologists may investigate the cause of death and make scientific investigations. So, mortuary എന്ന് പറയുന്നത് ഒരു inevitable part of every hospital, ഒരു ഹോസ്പിറ്റലിലെ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് മോർച്ചറി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു മോർച്ചറി അതെന്താ ഹാൻഡിൽ ചെയ്യുന്നത്? ഇറ്റ് ഹാൻഡിൽസ് ദ പ്രിസർവേഷൻ ഓഫ് ദ ഡെഡ് ബോഡീസ്. മൃതശരീരങ്ങളുടെ പ്രിസർവ് ചെയ്യുക അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കുന്നതാണ് മോർച്ചറിയിൽ ചെയ്യുന്ന കാര്യം അല്ലെ. സോ ദാറ്റ് ഫോറൻസിക് ക്ലിനിഷ്യൻസ് അല്ലെങ്കിൽ ഫോറൻസിക് വിദഗ്ധരും പാത്തോളജിസ്റ്റുകൾ, ആരാണ് പാത്തോളജിസ്റ്റുകള്? ഡോക്ടേഴ്സ് അല്ലെ. ഡോക്ടേഴ്സ് ഹു സ്പെഷ്യലൈസ്ഡ് ഇൻ ദി നേച്ചർ ഓഫ് ഡിസീസ് ആൻഡ് കോസ് അല്ലെ. രോഗങ്ങളെ കുറിച്ചുള്ള, രോഗത്തിന്റെ സ്വഭാവം, അതിന്റെ കാരണങ്ങളെ കുറിച്ചൊക്കെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന, ഓരോ രോഗങ്ങളെയും കുറിച്ചുള്ള കാര്യങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് ആണ് പാത്തോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പാത്തോളജിസ്റ്റുകളും അതുപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധരും എന്ത് ചെയ്യും? ആ ഒരു വരുന്ന ഓരോ ഡെഡ് ബോഡിയെയും സയന്റിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ്, ശാസ്ത്രീയപരമായുള്ള പരിശോധനകൾ നടത്തി എവിഡൻസ് അല്ലെങ്കിൽ തെളിവുകൾ ശേഖരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ദ കോസ് ഓഫ് ഡെത്ത്, അവര് മരിച്ചതിന്റെ ആ ഒരു കാരണം അല്ലെ, മരണ കാരണം കണ്ടെത്തുന്നതിന് വേണ്ടി ശാസ്ത്രീയപരമായിട്ടുള്ള എല്ലാ പരിശോധനകളും നടത്തി എന്ത് ചെയ്യുന്നു? ആ മരണ കാരണം
കണ്ടെത്തുന്നു. അപ്പൊ മോർച്ചറി എന്ന് പറയുന്നത് ഏതൊരു ഹോസ്പിറ്റലിലെയും വളരെ അനിവാര്യമായിട്ടുള്ള ഒരു ഭാഗമാണ് മോർച്ചറി എന്ന് പറയുന്നത്. അവിടെ എന്താ ചെയ്യുന്നത്? പ്രിസർവേഷൻ ഓഫ് ദ ഡെഡ് ബോഡീസ്, മൃതശരീരങ്ങളെ സൂക്ഷിച്ചു വെക്കുകയാണ് മോർച്ചറിയിൽ ചെയ്യുന്നത്, അല്ലെ? ആൻഡ് ഫോറൻസിക് ക്ലിനിഷ്യൻസ് അല്ലെങ്കിൽ ഫോറൻസിക് വിദഗ്ധരും പാത്തോളജിസ്റ്റുകളും എന്ത് ചെയ്യുന്നു? ഈ ഓരോ ഡെഡ് ബോഡീസിനെയും എന്ത് ചെയ്യുന്നു? അവര് ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെങ്കിൽ സയന്റിഫിക്കലി ശാസ്ത്രീയപരമായിട്ടുള്ള പരിശോധനകൾ നടത്തി അവരുടെ ആ ഒരു മരണകാരണം കണ്ടെത്തുന്നുണ്ട്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് നോക്കി. എ മോർഗ് ഓർ മോർച്ചറി is used for the storage of dead bodies, waiting for identification or removal, autopsy, burial, cremation or some other post-death rituals. അപ്പൊ മോർഗ് അല്ലെങ്കിൽ മോർച്ചറി, മോർച്ചറിയുടെ മറ്റൊരു പേരാണ് എന്ന് പറയുന്നത് മോർഗ് എന്ന് പറയുന്നത്. മോർഗ് എന്ന് പറയുന്നത് മോർച്ചറി തന്നെയാണ് കേട്ടോ. രണ്ട് പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ മോർച്ചറിയിൽ മോർഗ് എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. അപ്പൊ അത് ചോദിക്കാറുണ്ട്, മോർച്ചറിയുടെ മറ്റൊരു പേര് എന്താണ് എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. യൂസ്ഡ് ഫോർ ദ സ്റ്റോറേജ് ഓഫ് ഡെഡ് ബോഡീസ്, അല്ലെ? ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് മോർച്ചറി അല്ലെങ്കിൽ മോർഗ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പല കാരണത്താലാവാം ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരുന്നത്, അല്ലെ? എന്താണ്? വെയിറ്റിംഗ് ഫോർ ഐഡന്റിഫിക്കേഷൻ. എന്താണ് ഐഡന്റിഫിക്കേഷൻ? തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, അല്ലെ? തിരിച്ചറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് വെച്ചിരുന്നതാവാം. അല്ലെങ്കിലോ ഓർ റിമൂവൽ, മറ്റെവിടേക്കെങ്കിലും മാറ്റുന്നതിന് മുൻപായിട്ട് സൂക്ഷിച്ചിരിക്കുന്നതാവാം. ഓർ ഓട്ടോപ്സി. ഓട്ടോപ്സി എന്ന് പറയുന്നത് എന്താ ഓട്ടോപ്സിയുടെ മറ്റൊരു പേര്? വെരി ഗുഡ്, പോസ്റ്റ്മോർട്ടം, അല്ലെ? പോസ്റ്റ്മോർട്ടത്തിനായിട്ട് സൂക്ഷിച്ചിരിക്കുന്നതാവാം. ഓർ ബ്യൂറിയൽ. ബ്യൂറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? അടക്കം ചെയ്യുക, അടക്കം ചെയ്യുന്നതിന് മുൻപായിട്ടോ. ക്രിമേഷൻ എന്താണ്? ശവസംസ്കാരം. ക്രിമേഷൻ ശവസംസ്കാരം, ബ്യൂറിയൽ അടക്കം ചെയ്യുക. കിട്ടാത്തതുണ്ടെങ്കിൽ നിങ്ങളുടെ നോട്ടില് ഒന്ന് എഴുതി വെച്ചിരിക്കണം കേട്ടോ. പിന്നീട് വായിക്കുമ്പോ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ പറയുന്നതിനൊപ്പം തന്നെ എഴുതി പോയിക്കോളാം. ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം, ബ്യൂറിയൽ എന്ന് പറഞ്ഞാൽ അടക്കം ചെയ്യല്, ക്രിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ശവസംസ്കാരം. ഓർ സം അതർ പോസ്റ്റ് ഡെത്ത് റിച്വൽസ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മരണാനന്തര ചടങ്ങുകൾക്ക് മുൻപായിട്ട് വെയിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഇടമാണ് മോർച്ചറി അല്ലെങ്കിൽ മോർഗ് എന്ന് പറയുന്നത്. മോർച്ചറി അല്ലെങ്കിൽ മോർഗ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിലെ എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റോറേജ് ഓഫ് ഡെഡ് ബോഡീസ്, അല്ലെ? ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലമാണ്. എന്തിനൊക്കെ വേണ്ടിയിട്ടാവാം? ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ തിരിച്ചറിയലിന് മുൻപായിട്ട് വെയിറ്റ് ചെയ്യുന്നതാവാം, അല്ലെങ്കിലോ മറ്റെവിടേക്കെങ്കിലും മാറ്റുന്നതിന് മുൻപായിട്ട് വെച്ചിരിക്കുന്നതാവാം. ഓർ ഓട്ടോപ്സി, പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയാവാം, അല്ലെങ്കിൽ അടക്കം ചെയ്യുന്നതിന് മുൻപോ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ടോ മറ്റു മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടൊക്കെ അതിന് മുൻപായിട്ട് സ്റ്റോർ ചെയ്ത് ഡെഡ് ബോഡി സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരിടമാണ് മോർച്ചറി അല്ലെങ്കിൽ മോർഗ് എന്ന് പറയുന്നത്. Okay, the term morgue is derived from the French word morgue. Morgue എന്ന് പറയുന്ന ടേം, ആ ഒരു വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് വേർഡ് ആയിട്ടുള്ള മോർഗിൽ നിന്ന് തന്നെയാണ്. ചോദിക്കാറുണ്ട് കേട്ടോ. ആ ടേം മോർഗ് ഈസ് ഡിറൈവ് ഫ്രം ഡാഷ്, ഏത് ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് എന്നുള്ളത് ചോദിക്കാറുണ്ട്. ഫ്രഞ്ച് വേർഡ് ആയിട്ടുള്ള മോർഗിൽ നിന്ന് തന്നെയാണ് മോർഗ് എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്. വിച്ച് മീൻസ് ടു ലുക്ക് അറ്റ് സോളംലി ടു ഡിഫൈൻ. അതിന്റെ മീനിങ് എന്താണ്? മീൻസ് to look at solemnly, to defy, അതായത് to hold seriously എന്നുള്ള മീനിങ് ആണ്. ഗൗരവത്തോടെ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. to look at solemnly, to defy അല്ലെങ്കിൽ to hold seriously എന്നുള്ള അർത്ഥമാണ് വരുന്നത് കേട്ടോ. അതായത് ഗൗരവകരമായിട്ട് അല്ലെങ്കിൽ ഗൗരവത്തോടെ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. എന്തിന്റെ മീനിങ് ആണ്? ഫ്രഞ്ച് വേർഡ് ആയിട്ടുള്ള മോർഗിന്റെ മീനിങ് ആണ് കേട്ടോ. Morgue is mostly used in North American English, while mortuary is more common in British English. Morgue എന്ന് പറയുന്ന വേർഡ് എവിടെയാണ് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത്? നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷിലാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ്, അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ മോർഗ് എന്ന് പറയുന്ന ടേം നമ്മൾ അധികം കേട്ടിട്ടില്ല, നമ്മൾ യൂസ് ചെയ്യാറില്ല. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് മോർച്ചറി തന്നെയാണ്. നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന ആളുകൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ടേം ആണ് മോർഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇത്രയും പോയിന്റ്സ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയോ? ഓക്കെ. നീഡ് ഫോർ മോർച്ചറി. എന്തൊക്കെയാണ് മോർച്ചറിയുമായി ബന്ധപ്പെട്ട ആവശ്യകതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് കേട്ടോ. നീഡ് ഫോർ മോർച്ചറി. Then first point of it is necessary for the hospital administration that a suitable provision shall be made in a dubious place where the dead body can be placed
പെൻഡിങ് ഫൈനൽ ഡിസ്പോസൽ ഓർ ടു റൂൾ ഔട്ട് ദ കോസ് ഓഫ് ഡെത്ത്. ഇപ്പൊ ഇവിടെ ഒരു മോർച്ചറി എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിലെ പ്രധാന ഘടകമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ആ ഒരു മോർച്ചറി ഒരു ഹോസ്പിറ്റലിൽ സ്ഥാപിക്കണമെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലം അത് കൊടുക്കേണ്ടത് ആരാണ്? കണ്ടെത്തി നൽകേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നുള്ള ഡ്യൂട്ടിയാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏറ്റവും അനിവാര്യമായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇടം. എങ്ങനത്തെ ഇടമായിരിക്കണം എന്ന് പറഞ്ഞേ? ഡ്യൂബിയസ് പ്ലേസ്. ഡ്യൂബിയസ് പ്ലേസ് എന്ന് പറയുന്നത് അധികം ആരുടെയും ശ്രദ്ധ ചെലുത്താത്ത ഒരു ഇടം അല്ലെ. നമ്മളിപ്പോ മോർച്ചറിയിലൊക്കെ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധ ചെലുത്തുന്ന ഇടത്തായിരിക്കും മോർച്ചറി വെച്ചിരിക്കുക അല്ല അല്ലെ. നമ്മൾ പെട്ടെന്ന് കാണാൻ പറ്റാത്ത ഒരു രീതിയിൽ, ഒറ്റപ്പെട്ട രീതിയിൽ, അധികം ആരുടെയും ശ്രദ്ധയൊന്നും ചെലുത്താത്ത രീതിയിലുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും മോർച്ചറി സ്ഥാപിക്കേണ്ടത്. അപ്പൊ അതിന് പറ്റിയ സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലം കണ്ടെത്തി ഒരു മോർച്ചറി കോംപ്ലക്സ് സ്ഥാപിക്കാനായിട്ട് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നുള്ള ഡ്യൂട്ടിയാണ്. ഓക്കെ. ആൻഡ് വേർ ദ ഡെഡ് ബോഡി ക്യാൻ ബി പ്ലേസ്ഡ്. അങ്ങനെ ഒരു മോർച്ചറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഡെഡ് ബോഡീസിനെ നമുക്ക് സ്റ്റോർ ചെയ്ത് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. പെൻഡിങ് ഫോർ ഫൈനൽ ഡിസ്പോസൽ അല്ലെ. ഫൈനൽ ഡിസ്പോസലിന് വേണ്ടി പെൻഡിങ്ങിൽ നിൽക്കുന്ന ഡെഡ് ബോഡീസ് ആവാം, അല്ലെങ്കിൽ ടു റൂൾ ഔട്ട് ദ കോസ് ഓഫ് ഡെത്ത്, ആ മരണ കാരണം കണ്ടെത്താനായിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡെഡ് ബോഡീസ് ആവാം. അങ്ങനെ ഏത് കാരണത്താലും ഒത്തിരി കാരണങ്ങളിലാണ് ഡെഡ് ബോഡീസ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അല്ലെ. എല്ലാത്തിനും ഒരേ റീസൺ ആയിരിക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ പല കാരണത്താൽ ഈ ഒരു പലതരത്തിലുള്ള ഡെഡ് ബോഡീസ് നമ്മുടെ ഈ ഒരു മോർച്ചറിയിൽ സൂക്ഷിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഡെഡ് ബോഡീസിനെയും സൂക്ഷിച്ചു വെക്കാനായിട്ട് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള, അതായത് ഒറ്റപ്പെട്ട, അധികം ആരുടെയും ശ്രദ്ധ ചെലുത്താത്ത ഒരു സ്ഥലം നോക്കി കണ്ടെത്തി, സ്യൂട്ടബിൾ ആയിട്ടുള്ള അങ്ങനെ ഒരു ഏരിയ നോക്കി കണ്ടെത്തി ആ ഒരു ഉണ്ടാക്കി നൽകേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നാണ് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. Second one, okay, a precisely planned mortuary complex is beneficial to all those who come in contact with that is police, doctors, medical students, staffs and relatives of the dead. അത് എന്താണ് നമ്മൾ പറഞ്ഞത്? പ്രിസൈസ്ലി പ്ലാൻഡ്. എന്താണ് പ്രിസൈസ്ലി എന്ന് പറഞ്ഞാൽ? കെയർഫുള്ളി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മോർച്ചറി കോംപ്ലക്സ് ഉണ്ടാവുകയാണെങ്കിൽ, ഹോസ്പിറ്റൽ ഉണ്ടാക്കുന്നത് വഴി അത് ആർക്കൊക്കെ ബെനിഫിഷ്യൽ ആണെങ്കിൽ, ആർക്കൊക്കെ പ്രയോജനകരമാണ്? ടു ഓൾ ദോസ് who come in contact with ഈ ഒരു മോർച്ചറിയുമായി കോണ്ടാക്റ്റിൽ വരുന്ന ആളുകൾക്കാണ് അത് ബെനിഫിഷ്യൽ ആയിരിക്കുന്നത് അല്ലെ. ഒരു മോർച്ചറി കോംപ്ലക്സ് ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാക്കി ഒരു വളരെ കെയർഫുൾ ആയിട്ട് ഒരു മോർച്ചറി കോംപ്ലക്സ് ഒരു ഹോസ്പിറ്റലിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഈ മോർച്ചറിയുമായി ബന്ധപ്പെട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ആളുകൾക്ക് കുറച്ചുകൂടി എന്താണ്? ബെനിഫിഷ്യൽ ആണ്, ഈ പ്രയോജനപ്രദമായതുകൊണ്ട് തന്നെ. അപ്പൊ അവർക്ക് ആരൊക്കെയാണ് അവര് മോർച്ചറിയുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ആളുകൾ? ആരൊക്കെയാ? പോലീസ് വരുന്നുണ്ട് അല്ലെ, ഡോക്ടേഴ്സ്, അതുപോലെ മെഡിക്കൽ സ്റ്റുഡൻസ്, സ്റ്റാഫുകള് ആൻഡ് റിലേറ്റീവ്സ് ഓഫ് ദ ഡെഡ്. മരിച്ചയാളുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ റിലേറ്റീവ്സ്, അങ്ങനെയുള്ള എല്ലാവരും ഈ ഒരു മോർച്ചറിയുമായി കോണ്ടാക്റ്റിൽ വരുന്ന ആളുകളാണ്. പോലീസ്, ഡോക്ടേഴ്സ്, മെഡിക്കൽ സ്റ്റുഡൻസ്, സ്റ്റാഫ്സ് ആൻഡ് റിലേറ്റീവ് ഓഫ് ദ ഡെഡ്. മരിച്ചയാളുടെ റിലേറ്റീവ്സ്, ഇവരെല്ലാം മോർച്ചറിയുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നത് കൊണ്ട് തന്നെ ഒരു കെയർഫുൾ ആയിട്ടുള്ള ഒരു മോർച്ചറി കോംപ്ലക്സ് പണിയുന്നത് വഴി ഈ ആളുകൾക്കെല്ലാം, ഈ മോർച്ചറിയുമായി ബന്ധപ്പെട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ആളുകൾക്കെല്ലാം എന്താണ്? അത് പ്രയോജനപ്രദമാണ്. ഓക്കെ, തേർഡ് പോയിന്റ് ആണ് provision of mortuary facilities and services in a hospital also has an important bearing with regard to public relation of the hospital. ഇനി ഒരു മോർച്ചറി കോംപ്ലക്സ് അല്ലെങ്കിൽ മോർച്ചറിയുമായി ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും സേവനങ്ങളും ആ ഒരു ഹോസ്പിറ്റലിലും കൊടുക്കുമ്പോൾ ആ ഹോസ്പിറ്റലിലെ ഒരു പ്രധാന പങ്ക്, ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു മോർച്ചറി ഉണ്ടാക്കിയവർക്ക് അങ്ങനെയുള്ള സേവനങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഈ മോർച്ചറി എന്ത് പങ്കാണ് വഹിക്കുന്നത്? ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് ആ ഹോസ്പിറ്റലുകാരും പബ്ലിക്കും തമ്മിൽ, ഹോസ്പിറ്റലുകാരും പൊതുജനങ്ങളും തമ്മിൽ ഈ ഒരു മോർച്ചറി സംവിധാനങ്ങൾ നൽകുന്നത് വഴി ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇതാണ് തേർഡ് പോയിന്റിൽ പറയുന്നത്. പ്രൊവിഷൻ ഓഫ് മോർച്ചറി ഫെസിലിറ്റീസ് ആൻഡ് സർവീസസ് ഇൻ എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലുള്ള മോർച്ചറി സൗകര്യങ്ങളും സേവനങ്ങളും ജനങ്ങൾക്കല്ലേ നമ്മൾ അത് കൊടുക്കുന്ന ആ സേവനവും സർവീസൊക്കെ അതിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ ആ സർവീസ്. അപ്പൊ അങ്ങനെയുള്ള സർവീസ് അത് കൊടുക്കുന്നത് വഴി ആ ഹോസ്പിറ്റലുകാരും പബ്ലിക്കുമായിട്ട്, ഈ പൊതുജനങ്ങളുമായിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നു. അതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ ഒരു കെയർഫുൾ ആയിട്ട് പ്ലാൻ ചെയ്തൊരു മോർച്ചറി കോംപ്ലക്സ് വരുന്നത് വഴിയാണ് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. Clear ആയ തേർഡ് പോയിന്റ്. ഫോർത്ത് നോക്കി, മച്ച് ഓഫ്
sentimental values are attached to the dead body of the person with socio and medico-legal importance attached to the mortuary of the hospital. ഇനി ഹോസ്പിറ്റലില് സോഷ്യലി അല്ലെങ്കിൽ സാമൂഹികപരമായിട്ട് നമ്മൾ നോക്കുകയാണ്, ഇപ്പൊ ഒരു ഡെഡ് ബോഡി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഡെഡ് ബോഡി കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫീലിങ്സ് എങ്ങനെയായിരിക്കും? ഒരു സെന്റിമെന്റൽ ആയിട്ടുള്ള അല്ലെ, വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഫീലിങ്സ് അല്ലെ നമ്മൾ ആ ഒരു ഡെഡ് ബോഡി കാണുമ്പോൾ, അത് മനസ്സിൽ ആരായിക്കോട്ടെ ആ ഒരു ഡെഡ് ബോഡി കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് സന്തോഷമാണോ സങ്കടമാണോ ഉണ്ടാവുക അല്ലെ, ഒരു സങ്കടം അല്ലെ ഉണ്ടാവുക, അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ, അയ്യോ എങ്ങനെ മരിച്ചെന്നാവുക, അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് അതെങ്ങനെ സഹിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു സോഷ്യൽ സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു വാല്യൂ ആ ഒരു മരിച്ച ആ ഒരു ഡെഡ് ബോഡിയുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും അല്ലെ. സാമൂഹ്യപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു സെന്റിമെന്റൽ വാല്യൂ ആണ് ഈ ഒരു ഡെഡ് ബോഡി കാണുമ്പോൾ നമുക്ക് വരുന്നത് അല്ലെ. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് മെഡിക്കോ ലീഗൽ ഇമ്പോർട്ടൻസ് ആണ്. അതായത് മെഡിക്കോ ലീഗൽ കേസസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പഠിച്ചില്ലേ മെഡിക്കോ ലീഗൽ കേസ്? അതിൽ വരുന്ന ഏതൊക്കെയാ? എന്താണ് ഈ മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറയുന്നത്? എന്താണ് മെഡിക്കോ ലീഗൽ കേസ്? എന്താണ് മെഡിക്കോ ലീഗൽ കേസ്? എങ്ങനെയുള്ളതാണ്? അതിൽ ഏതൊക്കെയാ വരുന്നേ മെഡിക്കോ ലീഗൽ കേസില്? ആക്സിഡൻസോ, റേപ്പ് അല്ലെ, റേപ്പോ സൂയിസൈഡോ മറ്റെന്തെങ്കിലും മർഡേഴ്സ് പോലെയുള്ള ലീഗൽ, അതായത് പോലീസ് കേസസ് പോലെയുള്ള ലീഗൽ കേസസിൽ ഉൾപ്പെട്ടിട്ടുള്ള കേസസ് ആണ് മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറയുന്നത് അല്ലെ. അതായത് അവിടെ മെഡിക്കൽ, ഇവിടെ മെഡിക്കോ ലീഗൽ എന്ന് പറയുമ്പോൾ മെഡിക്കൽ ആസ്പെക്ട്സും ഉണ്ട്, അവിടെ ലീഗൽ ആസ്പെക്ട്സും ഉണ്ട് അല്ലെ, രണ്ട്. അതായത് അങ്ങനെയുള്ള കുറെ എല്ലാ കേസസും ഈ ഒരു മെഡിക്കോ ലീഗൽ കേസസിൽ വരുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള മെഡിക്കോ ലീഗൽ കേസസിലുള്ള ഡെഡ് ബോഡീസും ഇവിടെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഡെഡ് ബോഡീസിനോട് നമുക്ക് എന്താണ് ഒരു മെഡിക്കോ ലീഗൽ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസും ആ ഒരു ഡെഡ് ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. രണ്ട് രീതിയിലാണ്. സോഷ്യലി നോക്കുകയാണെങ്കിൽ എന്താണ് ഒരു സെന്റിമെന്റൽ വാല്യൂ ആണ് ആ ഒരു ഡെഡ് ബോഡിയുമായി ബന്ധപ്പെട്ട് ഒരു സെന്റിമെന്റൽ അപ്രോച്ച് അല്ലേ നമ്മുടെ ഉണ്ടാവുക. നമുക്കാണെങ്കിൽ ഒരു വിഷമമൊക്കെ അല്ലെങ്കിൽ സങ്കടം അല്ലെങ്കിൽ പല ഇമോഷൻസ് നമുക്ക് കടന്നു വരാം. അങ്ങനെയുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. ഇനി മറിച്ച് ഇങ്ങനെയുള്ള മെഡിക്കൽ ലീഗൽ കേസസിലുള്ള ഉൾപ്പെട്ടിട്ടുള്ള ഡെഡ് ബോഡീസ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിനെ നിരീക്ഷിക്കുന്ന രീതി എങ്ങനെയായിരിക്കും? ലീഗൽ കേസസിൽ ഉൾപ്പെട്ടതായതുകൊണ്ട് അതിനനുസരിച്ചുള്ള രീതിയിലുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും ആ ഒരു ഡെഡ് ബോഡിയുമായിട്ട് ഉണ്ടാവുക. അതാണ് ആ ഒരു പോയിന്റിൽ പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് എന്താണ്? For establishment and management of mortuary is of significance of every hospital. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏതൊരു ഹോസ്പിറ്റലിലെയും ആ ഒരു മോർച്ചറി സ്ഥാപിക്കുക, അതിന്റെ ആ ഒരു നടത്തിപ്പ്, എല്ലാ കാര്യങ്ങളും എന്താണ് കൃത്യമായിട്ട് നടത്തുക എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഏതൊരു ഹോസ്പിറ്റലിലും മോർച്ചറി സേവനം എന്ന് പറയുന്നത് വളരെ അനിവാര്യമായിട്ടുള്ളതാണ്. അത് സ്ഥാപിക്കുകയും അത് നല്ല രീതിയിൽ നടത്തി കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ാണ് പറയുന്നത്. നീഡ് ഫോർ മോർച്ചറിക്ക് 4 പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? ആ മോർച്ചറിക്ക് ആവശ്യമായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലം. അത് എങ്ങനെയുള്ള സ്ഥലമായിരിക്കണം? ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് കോംപ്ലക്സ് പോലെ എന്ത് ചെയ്യുക, വളരെ അധികം ആരുടെയും ശ്രദ്ധ ചെന്നെത്താത്ത രീതിയിൽ ഒരു ഒറ്റപ്പെട്ട ഇടത്ത് ആയിരിക്കണം ഈ ഒരു മോർച്ചറി കോംപ്ലക്സ് സ്ഥാപിക്കേണ്ടത്. അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏരിയ പ്രൊവൈഡ് ചെയ്യേണ്ടതും അങ്ങനെ ഒരു കോംപ്ലക്സ് ഉണ്ടാക്കി നൽകേണ്ടതും അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നാണ്. രണ്ടാമതായിട്ട് പറഞ്ഞത് എന്താണ്? അവിടെ ഒരു കെയർഫുള്ളി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മോർച്ചറി കോംപ്ലക്സ് സ്ഥാപിക്കുന്നത് വഴി അതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ആളുകൾ ആരൊക്കെ? അതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ആളുകൾ പോലീസ്, ഡോക്ടേഴ്സ്, മെഡിക്കൽ സ്റ്റുഡൻസ്, സ്റ്റാഫ്സ് ആൻഡ് റിലേറ്റീവ് ഓഫ് ദ ഡെഡ്, മരിച്ചയാളുടെ റിലേറ്റീവ്സ്, ഇവരെല്ലാം ആ മോർച്ചറിയുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നതുകൊണ്ട് അവർക്ക് എന്താണ് ബെനിഫിഷ്യൽ ആയിരിക്കും, പ്രയോജനപ്രദമാണ്. തേർഡ് വൺ എന്താ പറഞ്ഞത്? മോർച്ചറി, ഒരു ഹോസ്പിറ്റലിലെ മോർച്ചറി ഫെസിലിറ്റീസും സർവീസസും കൊടുക്കുന്നത് വഴി ആ ഹോസ്പിറ്റലുകാരും ഒരു പബ്ലിക്കും തമ്മിൽ, പൊതുജനങ്ങളും തമ്മിൽ ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നു. ഫോർത്ത് പോയിന്റ് എന്താ പറയുന്നത്? ആ മോർച്ചറിയിലുള്ള ഓരോ ഡെഡ് ബോഡീസിനോടും സോഷ്യലി അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു സെന്റിമെന്റൽ വാല്യൂ ആണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. എന്നാൽ മറ്റൊരു രീതിയിൽ നോക്കുമ്പോൾ അങ്ങനെയുള്ള ചില കണ്ടീഷൻസ് ഉള്ള ഡെഡ് ബോഡീസ് ആണെങ്കിൽ, ലീഗൽ ഫോർമാലിറ്റീസിലൂടെ പോകുന്ന ഡെഡ് ബോഡീസ് ആണെങ്കിൽ അവിടെ ഒരു മെഡിക്കോ ലീഗൽ ഇമ്പോർട്ടൻസും ആ ഒരു ഡെഡ് ബോഡിയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ഏതൊരു സ്ഥാപനത്തിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഏറ്റവും വളരെ എന്താണ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മോർച്ചറി സ്ഥാപിക്കുകയും അത് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യാന്നുള്ളത്. ക്ലിയർ ആയോ? നീഡ് ഫോർ മോർച്ചറി, നീഡ് ഫോർ മോർച്ചറിയിലെ പോയിന്റ്സ് ക്ലിയർ ആയോ? ഓക്കെ.
നെക്സ്റ്റ് വണ്ണാണ് ഫംഗ്ഷൻ ഓഫ് മോർച്ചറി സർവീസ്. ഫംഗ്ഷൻ ഓഫ് മോർച്ചറി സർവീസ്. ഓക്കെ, ഫംഗ്ഷൻസും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് നോക്കി, ടു കൺസേർവ് ദ ഡെഡ് ബോഡി till the formalities of the handing over of deceased is completed. കൺസേർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കീപ്പ് ചെയ്യുക അല്ലെ, ആ ഒരു മീനിങ് ആണ് കേട്ടോ. കൺസേർവ് അല്ലെങ്കിൽ ടു കീപ്. നെക്സ്റ്റ് എന്താ? ഡിസീസ് എന്ന് പറഞ്ഞാൽ ആരാ? മരണമടഞ്ഞ ആ വ്യക്തിയാണ് ഡിസീസ് എന്ന് പറയുന്നത് കേട്ടോ. മരണമടഞ്ഞ ആള് അല്ലെങ്കിൽ മരണമടഞ്ഞ ആ ഒരു വ്യക്തിയാണ് ഡിസീസ് എന്ന് പറയുന്നത്, മരണമടഞ്ഞ. അപ്പൊ മരണമടഞ്ഞതായിട്ടുള്ള ആ വ്യക്തി, ആ ഒരു വ്യക്തിയെ അവരുടെ റിലേറ്റീവ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം അല്ലെ, അവർക്ക് കൈമാറണം. അപ്പൊ അങ്ങനെ മരണമടഞ്ഞ ഒരു വ്യക്തിയെ മോർച്ചറിയിൽ സ്ഥാപിച്ച് അല്ലെങ്കിൽ മോർച്ചറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവരുടെ റിലേറ്റീവ്സ് വരുമ്പോൾ എന്ത് ചെയ്യണം? അവരെ കൺസേർവ് ചെയ്യാന്ന് പറഞ്ഞാൽ കീപ്പ് ചെയ്യുക കേട്ടോ, കീപ്പ് ചെയ്യുക. അപ്പൊ അവിടെ എന്താ? അവരുടെ മരണമടഞ്ഞ ആൾക്കാരെ എന്ത് ചെയ്യുക? അവരുടെ റിലേറ്റീവ്സ് വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്യണം? കൈമാറണം അല്ലെ, ഹാൻഡ് ഓവർ ചെയ്യണം. അപ്പൊ അങ്ങനെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ ഫോർമാലിറ്റീസ് അല്ലെങ്കിൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാകുന്നത് വരെ ഡെഡ് ബോഡീസിനെ കീപ്പ് ചെയ്യുന്നത് എവിടെയാണ്? മോർച്ചറിയിലായിരിക്കും. ടു കൺസേർവ് അല്ലെങ്കിൽ ടു കീപ് ദ ഡെഡ് ബോഡി till the formalities of handing over of deceased is completed. മരണമടഞ്ഞ വ്യക്തിയെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട, അവരുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുന്നത് വരെ ആ ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്നത് എവിടെയായിരിക്കും? സൂക്ഷിക്കുന്നത് എവിടെയായിരിക്കും? മോർച്ചറിയിലായിരിക്കും. അതാണ് ഒന്നാമതായിട്ട് വരുന്ന പോയിന്റ്. To keep conserve and to keep the dead body till the formalities of handing over of deceased is completed. Okay, ആ ഒരു മരണമടഞ്ഞ വ്യക്തിയുമായി ബന്ധപ്പെട്ട് അവരുടെ ആ ഒരു കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഫോർമാലിറ്റീസ് അല്ലെങ്കിൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാകുന്നത് വരെ ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് മോർച്ചറി എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, ടു കീപ് ദ ഡെഡ് ബോഡി അൺക്ലെയിംഡ് till the relatives claim and take away for final disposal. എന്താണ്? ടു കീപ് ദ ഡെഡ് ബോഡീസ് അൺക്ലെയിംഡ്. അൺക്ലെയിംഡ് എന്ന് പറഞ്ഞാൽ എന്താ? അൺക്ലെയിംഡ് തിരിച്ചറിയാത്ത അല്ലെ, തിരിച്ചറിയാത്തതായിട്ടുള്ള ഡെഡ് ബോഡീസ് ഉണ്ടെങ്കിൽ അതും നമ്മുടെ മോർച്ചറിയിൽ സൂക്ഷിക്കുന്നുണ്ട്. till the relatives claim and take away for final disposal. അവരുടെ ആ ഒരു റിലേറ്റീവ് അവിടെ വന്ന് എന്ത് ചെയ്യണം? അവരുടെ ആ ഒരു ഡെഡ് ബോഡി കണ്ട് തിരിച്ചറിഞ്ഞ് അവരവിടെ എന്ത് ചെയ്യാം? തിരിച്ചറിയുകയാണെങ്കിൽ അവർക്ക് അത് ഫൈനൽ ഡിസ്പോസലിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? കൊടുത്തയക്കും. അവർക്ക് ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, മരണാനന്തര ചടങ്ങുകളൊക്കെ ചെയ്ത് അത് ആ ഒരു എന്താണ് ശവസംസ്കാര ചടങ്ങുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു? അവരുടെ ആ ഒരു കയ്യിൽ അവരുടെ കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. എന്നാൽ യൂഷ്വലി ബോഡീസ് ദാറ്റ് ആർ not claimed are kept for 72 hours and unless claimed till that period, disposal of dead body is done in keeping with the existing policy of hospital and as per the law of land. ഇനി യൂഷ്വലി എങ്ങനെയാണ്? ബോഡീസ് ആർ നോട്ട് ക്ലെയിംഡ്. അവിടെ ബോഡീസ്, ഡെഡ് ബോഡീസ് മോർച്ചറിയിൽ ക്ലെയിം ചെയ്യാതെ വന്നാൽ അല്ലെങ്കിൽ എന്താണ് അത് തിരിച്ചറിയപ്പെടാതെ വന്നു കഴിഞ്ഞാൽ അത് 72 hours കീപ്പ് ചെയ്യും. അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആ ഒരു 72 മണിക്കൂർ അവിടെ എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യും അല്ലെങ്കിൽ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. ആ 72 hours ആ ഒരു പീരിയഡിനുള്ളിൽ ആരും തിരിച്ചറിയാനായിട്ട് വന്നില്ല അല്ലെങ്കിൽ ആരും തിരിച്ചറിയപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? ഡിസ്പോസൽ ഓഫ് ദ ഡെഡ് ബോഡീസ് ഡൺ. അവിടെ ഡിസ്പോസ് ചെയ്യാനായിട്ട് ഈ മോർച്ചറിയിൽ നിന്ന് തന്നെ എന്ത് ചെയ്യും? കൊണ്ടുപോകും. കീപ്പിംഗ് വിത്ത് ദ എക്സിസ്റ്റിംഗ് പോളിസി ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് ആസ് പെർ ദ ലോ ഓഫ് ലാൻഡ്. നിലവിലെ ആ ഹോസ്പിറ്റലുള്ള പോളിസി അനുസരിച്ചും അതുപോലെ നിലവിലുള്ള നിയമം അനുസരിച്ചും അതിന്റെ രീതിയിലായിട്ട് എന്ത് ചെയ്യും? അത് ഡിസ്പോസലിന് വേണ്ടിയിട്ട് ഡെഡ് ബോഡി കൊണ്ടുപോകുന്നതായിരിക്കും. സെക്കൻഡ് പോയിന്റ് എന്താ പറയുന്നത്? ഡെഡ് ബോഡീസ്, അതായത് അൺക്ലെയിംഡ് ആയിട്ടുള്ള തിരിച്ചറിയാത്ത ഡെഡ് ബോഡീസ് ഉണ്ടെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് വന്ന് തിരിച്ചു വരികയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ആ ഡെഡ് ബോഡീസ് ഫൈനൽ ഡിസ്പോസലിന് വേണ്ടി കൊണ്ടുപോകാം അല്ലെങ്കിൽ കൊടുത്തുവിടും. ഈ ഒരു മോർച്ചറിയിൽ നിന്നും അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യും. എല്ലാ കേസുകളിൽ ഈ ഒരു തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു ഡെഡ് ബോഡി 72 hours വെക്കുന്നുണ്ട്. ആ 72 hoursനുള്ളിൽ ആ ഒരു പീരീഡിനുള്ളിൽ ആരും തിരിച്ചറിയപ്പെട്ടില്ല എങ്കിൽ, തിരിച്ചറിയാൻ വന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഡെഡ് ബോഡി എന്ത് ചെയ്യും? ആ ഹോസ്പിറ്റലിന്റെ പോളിസി അനുസരിച്ചും നിലവിലെ നിയമം അനുസരിച്ചും അവരെന്ത് ചെയ്യും? ഡെഡ് ബോഡീസ് ഡിസ്പോസലിന് വേണ്ടി വിട്ടുകൊടുക്കും. ക്ലിയർ ആയോ? സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ. Third point, to receive and store dead body that requires
പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ. പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട എല്ലാ എന്താണ് പരിശോധനകൾക്കും വേണ്ടിയിട്ട് ഡെഡ് ബോഡീസിന്റെ വരുന്ന ഡെഡ് ബോഡീസിനെ റിസീവ് ചെയ്യുന്നു, സ്വീകരിക്കുന്നു, അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ടു റിസീവ് ആൻഡ് സ്റ്റോർ ഡെഡ് ബോഡി ദാറ്റ് റിക്വയർസ് പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ. പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം പരിശോധനകൾ ആവശ്യമായിട്ട് വരുന്ന ഓരോ ഡെഡ് ബോഡീസിനെയും റിസീവ് ചെയ്യുക, സ്വീകരിക്കുകയും സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യുന്നു മോർച്ചറിയില്. ഫങ്ഷൻസ് അല്ലേ നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ടു കണ്ടക്ട് മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്ക്. ടു കണ്ടക്ട് മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്ക്. പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് ലീഗൽ അല്ലെങ്കിൽ മെഡിക്കോ ലീഗൽ കേസസിൽ വരും, അതിനുള്ളിൽ വരുന്ന ഓരോ ഡെഡ് ബോഡീസിനെയും പ്രത്യേകം മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടമാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ പോസ്റ്റ്മോർട്ടം രണ്ടെണ്ണമൊക്കെ നമ്മൾ പഠിക്കാനുണ്ട്, നിങ്ങൾക്ക് അതെന്തെങ്കിലും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. അപ്പൊ മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്കിലാവുമ്പോൾ കുറച്ചും കൂടി എന്താണ് ഡീപ്പായിട്ട് അവിടെ എന്ത് ചെയ്യേണ്ടി വരും, പോസ്റ്റ്മോർട്ടം കുറച്ചും കൂടി കുറച്ചും കൂടി സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ആഴത്തിൽ ചെയ്യേണ്ടതായിട്ട് വരും. അതിനനുസരിച്ച് ഒത്തിരി കാര്യങ്ങൾ അവർക്ക് അതിൽ നിന്നുമുള്ള തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലെ. ആ മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനായിട്ടൊന്ന് എഴുതി വെച്ചോട്ടോ. മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി എന്ന് പറയാം. The purpose of a medico-legal autopsy, 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 the purpose of a medico-legal autopsy is to determine the purpose of a medico-legal autopsy is to determine ചെയ്യാന്ന് നിശ്ചയിക്കുക അല്ലെ, നിർണയിക്കുക എന്നുള്ള മീനിങ്ങാണ്. To determine whether a death was natural or unnatural, whether a death was natural or unnatural, and to produce an evidentiary document, and to produce an evidentiary document, and to produce an evidentiary document that can be used in legal proceedings, that can be used in legal proceedings. The purpose of a medico-legal autopsy is to determine whether a death was natural or unnatural, and to produce an evidentiary document that can be used in legal proceedings. ഇവിടെ എന്താണ് ആ ഒരു മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ ഓട്ടോപ്സി ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ മരണമടഞ്ഞ വ്യക്തി, അതായത് അവരുടെ ആ ഒരു മരണം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള മരണമാണോ, അസ്വാഭാവികതയുണ്ടോ എന്നുള്ളത് നിശ്ചയിക്കാൻ വേണ്ടിയിട്ട്, ഡിറ്റർമിൻ ചെയ്യുന്ന നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ നടത്തുന്ന ഒരു പോസ്റ്റ്മോർട്ടം ഓപ്പറേഷൻ ആണ് എന്ത് പോസ്റ്റ്മോർട്ടം വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഡിറ്റർമിൻ എന്ന് പറയുന്നത് നിശ്ചയിക്കുക അല്ലെങ്കിൽ നിർണയിക്കുക. ഓക്കെ, അപ്പൊ അവിടെ എന്താ ആ ഒരു എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടം? ഒന്നുകിൽ ഡെത്ത് എന്താണ് നാച്ചുറൽ ആയിട്ടുള്ളതാണോ, സ്വാഭാവികമായിട്ടുള്ളതാണോ, അല്ലെങ്കിൽ അസ്വാഭാവികമായിട്ടുള്ളതാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ എന്താ ചെയ്യുന്നത്? എവിഡൻസുകൾ കളക്ട് ചെയ്യുക, തെളിവുകൾ ശേഖരിക്കുക. അങ്ങനെ തെളിവുകൾ ശേഖരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് എവിഡൻഷ്യൽ ഡോക്യുമെന്റ്സ്, തെളിവുകൾ അല്ലെങ്കിൽ രേഖകൾ ശേഖരിക്കുക. അതുപോലെ എന്തിനാ അത് വേണ്ടിയിട്ട്? ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ലീഗൽ പ്രൊസീഡിങ്സ്. ലീഗലിയുള്ള നമ്മുടെ കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകാനായിട്ട് തെളിവുകൾ ആവശ്യമാണ് അല്ലെ.
അപ്പൊ അങ്ങനെയുള്ള തെളിവുകളൊക്കെ കിട്ടുന്നത് വഴി നമുക്ക് ആ ഒരു കേസ് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്കിൽ വരുന്നുണ്ട്. ഈ ഒരു ഇതിൽ മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ അത് ആരുടെയെങ്കിലും ഒക്കെ റിക്വസ്റ്റ് പ്രകാരമായിരിക്കും. അതായത് ലീഗൽ അതോറിറ്റീസിലുള്ള പോലീസിന്റെയോ അല്ലെങ്കിൽ മറ്റ് മജിസ്ട്രേറ്റ് പോലുള്ളവരുടെയൊക്കെ റിക്വസ്റ്റ് പ്രകാരമായിരിക്കും ഈ ഒരു മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്കുകൾ ചെയ്യുന്നത്. കിട്ടിയോ? ടു കണ്ടക്ട് മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്കുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ആ ഒരു പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ടു ഗിവ് ടീച്ചിങ് പ്രോഗ്രാംസ് ഫോർ അണ്ടർ ഗ്രാജുവേറ്റ്സ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്. അണ്ടർ ഗ്രാജുവേറ്റ്സിനും പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനൊക്കെ ടീച്ചിങ് പ്രോഗ്രാമുകൾ നൽകുന്നു. ഈ അണ്ടർ ഗ്രാജുവേറ്റ്സിനും പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനൊക്കെ എന്തിനാ ടീച്ചിങ് പ്രോഗ്രാമുകൾ മോർച്ചറി വഴി നൽകുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? എന്തിനു വേണ്ടിയാ? നമ്മുടെ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ? നമ്മള് ഇങ്ങനെയുള്ള ഡെഡ് ബോഡീസ് ഒക്കെ വെച്ചിട്ട് അവർക്ക് പരിശീലനങ്ങളൊക്കെ കൊടുക്കുന്നത് അവർക്ക് അനാട്ടിഫിക്കൽ ആയിട്ടുള്ള പഠനം നടത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ. അതായത് ആ ഒരു ഡെഡ് ബോഡി ഒറിജിനൽ ആയിട്ടുള്ള ഡെഡ് ബോഡി കിട്ടുമ്പോൾ അവർക്ക് അതിൻ്റെതായ ഓർഗൻസിനെ പറ്റിയും അതിന് ഓരോരോ ഭാഗങ്ങളെ പറ്റിയൊക്കെ നല്ല കൃത്യമായിട്ട് അനാട്ടമിക്കലായിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ശരിയായ രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ടീച്ചിങ് പ്രോഗ്രാമുകളൊക്കെ നൽകുന്നു. ലാസ്റ്റ് പോയിന്റ് ആണ് the types of dead body preserved in the mortuary can be classified as ന്റെ രണ്ട് രീതിയിലാണ്. അതായത് മോർച്ചറിയില് പ്രിസർവ് ചെയ്ത അല്ലെങ്കിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡെഡ് ബോഡിയെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആ ഒരു പേര് മാത്രം പഠിക്കാനുള്ളൂ കേട്ടോ. എന്താണെന്നൊന്നും ചോദിക്കാറില്ല ഇതിൽ. ഈ ഒരു ചാപ്റ്ററിൽ അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറില്ല. അപ്പൊ രണ്ട് ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു മാത്രം പഠിച്ചാൽ മതി. ഫസ്റ്റ് വൺ ഏതാ? നോൺ മെഡിക്കോ ലീഗൽ. സെക്കൻഡ് വൺ ഏതാ? മെഡിക്കോ ലീഗൽ. നോൺ മെഡിക്കോ ലീഗൽ എന്ന് രണ്ട് രീതിയിൽ രണ്ടായിട്ടാണ് രണ്ടാമത്തെ, അതായത് മോർച്ചറിയിൽ പ്രിസർവ് ചെയ്തിരിക്കുന്ന സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡെഡ് ബോഡിയെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒരെണ്ണം ഏതാ? നോൺ മെഡിക്കോ ലീഗലും സെക്കൻഡ് വൺ ആണ് മെഡിക്കോ ലീഗൽ. മെഡിക്കോ ലീഗൽ നിങ്ങൾക്ക് അറിയാലോ എന്തൊക്കെ വരും അതില്? എന്താ ആക്സിഡൻസ്, എന്താണ് റേപ്പ്, അതുപോലെ സൂയിസൈഡ്സ്, മറ്റെന്തെങ്കിലും മർഡേഴ്സ് പോലെയുള്ള കാര്യങ്ങൾ, നിയമപരമായിട്ടുള്ള കൊലപാതകങ്ങൾ പോലുള്ള കാര്യങ്ങളെല്ലാം അതിൽ വരുന്നുണ്ട്. അങ്ങനെയുള്ള കേസസ് ഒക്കെ മെഡിക്കോ ലീഗൽ ഡെഡ് ബോഡീസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയും അതൊഴികെയുള്ള ബാക്കിയെല്ലാം നോൺ മെഡിക്കോ ലീഗലിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ മെഡിക്കോ ലീഗൽ ആകുമ്പോൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് അവിടെ സ്റ്റഡി ചെയ്യേണ്ടതും എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ നോൺ മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ ഒരു മരണ കാരണം മാത്രം കണ്ടെത്തിയാൽ മതിയാവും. ആ ഒരു വ്യക്തി യഥാർത്ഥ മരണ കാരണം എന്താണ്, അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന ആ ഒരു കാരണം തന്നെയാണോ, മരിക്കാനായിട്ടുണ്ടായ കാരണം അത് തന്നെയാണോ എന്നുള്ളതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോൺ മെഡിക്കോ ലീഗൽ കേസിലുള്ള അവരെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. അതേസമയം മെഡിക്കോ ലീഗലിലാകുമ്പോൾ കുറച്ചും കൂടി എന്താണ് എവിഡൻസുകൾ കൂടുതൽ കളക്ട് ചെയ്ത് അത് ലീഗൽ പ്രൊസീഡിങ്സ് പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചും കൂടി ഡീപ്പായിട്ട് ഇവിടെ എക്സാമിനേഷൻസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? നമ്മുടെ ആ ഒരു ഫങ്ഷൻസ് ഓഫ് മോർച്ചറി സർവീസ് എന്താണെന്ന് കൂടി നോക്കി. ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? അവിടെ ഡിസീസ്ഡ് ആയിട്ടുള്ള മരണമടഞ്ഞ വ്യക്തികളെ കൈമാറ്റം ചെയ്യുന്ന സമയത്ത്, ആ ഒരു മൃതദേഹം കൈമാറുന്ന സമയത്ത് അവിടെ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാകുന്നത് വരെ ഡെഡ് ബോഡീസ് എന്ത് ചെയ്യുന്നു? മോർച്ചറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. രണ്ടാമത്തെ കാര്യം പറഞ്ഞ എന്താണ്? അൺക്ലെയിംഡ് ആയിട്ട് അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റാത്ത എന്താണ് ഡെഡ് ബോഡീസ് ഉണ്ടെങ്കിൽ അത് അവരുടെ റിലേറ്റീവ്സ് വന്ന് തിരിച്ചറിയുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും? ഫൈനൽ ഡിസ്പോസിന് വേണ്ടി അവർക്കത് ആ ഡെഡ് ബോഡീസ് കൈമാറുന്നുണ്ട്. എന്നാൽ അതേസമയം 72 hours വരെയാണ് ആ ഒരു സമയം പറയുന്നത്. ആ ഒരു സമയത്തിനുള്ളിൽ ആരും തിരിച്ചറിയപ്പെടാൻ വന്നില്ല, തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഹോസ്പിറ്റലിന്റെ പോളിസി അനുസരിച്ചും നിലവിലുള്ള നിയമം അനുസരിച്ചും അവരെന്ത് ചെയ്യും? അത് ഡിസ്പോസലിന് വേണ്ടി ആ ഡെഡ് ബോഡീസ് മാറ്റും. ഓക്കെ, തേർഡ് പോയിന്റ് പറഞ്ഞ എന്താണ്? അവിടെ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷന് വേണ്ടി പോസ്റ്റ്മോർട്ടം പരിശോധനകൾക്കായിട്ട് അതിനനുസരിച്ച് റിക്വസ്റ്റ് വന്നിരിക്കുന്ന ഡെഡ് ബോഡീസ് വരുന്ന സമയത്ത് അതിനെ റിസീവ് ചെയ്യുക, സ്വീകരിക്കുകയും സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്കുകൾ കണ്ടക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് പറഞ്ഞത് എന്താ? അണ്ടർ ഗ്രാജുവേറ്റ്സിനും പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനും ടീച്ചിങ് പ്രോഗ്രാമുകൾ നൽകുന്നു. നെക്സ്റ്റ് പറഞ്ഞ എന്താണ്? മോർച്ചറിയിലെ പ്രിസർവ് ചെയ്ത ഡെഡ് ബോഡീസിനെ രണ്ട് ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നോൺ മെഡിക്കോ ലീഗൽ എന്നും മെഡിക്കോ ലീഗൽ എന്നും. ക്ലിയർ ആയോ? ആ ഒരു ഫങ്ഷൻസ് ഓഫ് മോർച്ചറി സർവീസ് ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് പ്ലാനിംഗ് പാരാമീറ്റർ ഓഫ് എ മോർച്ചറി. പ്ലാനിംഗ്
parameter of a mortuary. So ഒരു മോർച്ചറി പ്ലാൻ ചെയ്യുമ്പോൾ അതിന്റെ ലൊക്കേഷൻ എങ്ങനെയാണ്, അവിടുത്തെ എന്തൊക്കെ സ്പേസസ് ആണ് അവർക്ക് ആവശ്യമായിട്ട് വരുന്നത് അല്ലെ. നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും പഠിക്കുമ്പോഴും പഠിക്കാനുള്ള കാര്യങ്ങൾ തന്നെയാണ്, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ വരുന്നത്. ലൊക്കേഷൻ നോക്കിയേ, പ്ലാനിങ് പാരാമീറ്റർ ഓഫ് എ മോർച്ചറിയുടെ ആ പ്ലാനിങ്ങിൽ വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഫസ്റ്റ് വൺ ആണ് ലൊക്കേഷൻ. Location എങ്ങനെയായിരിക്കണം? The location should be in a dubious obscure place in a separate building to where the dead bodies can be reached in a non-disturbing way. ഇനി ഇവിടെ എന്താണ് ലൊക്കേഷൻ പറയുന്നത്? ലൊക്കേഷൻ ഷുഡ് ബി ഇൻ എ ഡുബിയസ് ഒബ്സ്ക്യൂർ പ്ലേസ്. എന്താണ്? അധികം ആരുടെയും ശ്രദ്ധ ചെന്നെത്താത്ത ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തായിരിക്കണം മോർച്ചറിയുടെ സ്ഥാനം വരേണ്ടത് അല്ലെ. ഇനി സെപ്പറേറ്റ് ബിൽഡിംഗ്. എന്താണ് സെപ്പറേറ്റ് ബിൽഡിംഗ്? ഒരു പ്രത്യേക ബിൽഡിംഗിൽ അല്ലെങ്കിൽ പ്രത്യേക കെട്ടിടത്തില് ടു വെയർ ദ ഡെഡ് ബോഡീസ് ക്യാൻ ബി റീച്ച്ഡ് ഇൻ എ നോൺ ഡിസ്റ്റർബിംഗ് വേ. ആ കെട്ടിടത്തിൽ ഇത് പ്രത്യേക കെട്ടിടത്തിലായിരിക്കണം ഇത് വേണ്ടത്, മോർച്ചറി വേണ്ടത്. ഇനി ആ ഒരു കെട്ടിടത്തിലേക്ക് ഈ ഡെഡ് ബോഡീസ് കൊണ്ടുവരുന്ന സമയത്ത് യാതൊരു രീതിയിലും ഉള്ള യാതൊരു ശല്യപ്പെടുത്തുന്ന രീതിയിലും ഉള്ള ഒരു കാര്യങ്ങളും ഉണ്ടാവാത്ത രീതിയിൽ ഇവ ആയിരിക്കണം ആ ഒരു മോർച്ചറി കോംപ്ലക്സ് സെറ്റ് ചെയ്യേണ്ടത്. The location should be in a dubious obscure place. അധികം ആരുടെയും ശ്രദ്ധ ചെലുത്താത്ത ഒറ്റപ്പെട്ട ഒരിടത്തായിരിക്കണം മോർച്ചറിയുടെ ഒരു ലൊക്കേഷൻ വരേണ്ടത്. ഇനി സെപ്പറേറ്റ് ബിൽഡിംഗ്, ഒരു പ്രത്യേക കെട്ടിടത്തിലായിരിക്കണം. ആ കെട്ടിടത്തിലേക്ക് നമ്മൾ ഇങ്ങനെയുള്ള ഡെഡ് ബോഡീസ് കൊണ്ടുവരുന്ന സമയത്ത് ആരും ശല്യപ്പെടുത്താത്ത രീതിയിൽ പെട്ടെന്ന് ഈ ഡെഡ് ബോഡീസ് നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിലേക്ക് എത്തപ്പെടുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള ഒരു സ്ഥലത്തായിരിക്കണം ഈ ഒരു മോർച്ചറി കോംപ്ലക്സ് സ്ഥാപിക്കേണ്ടത്. Let's say there should be easy access from wards. ഇത് എന്തൊക്കെയായിട്ട് accessible ആയിരിക്കണം? എളുപ്പത്തിൽ എവിടെ നിന്നൊക്കെ എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം. വാർഡുകളിൽ നിന്ന്, ICUവിൽ നിന്ന്, പോപ്പുലേഷൻ തിയേറ്ററിൽ നിന്ന്, ആൻഡ് എമർജൻസി ആൻഡ് പാത്തോളജി ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നൊക്കെ പെട്ടെന്ന് എളുപ്പത്തിൽ എത്താവുന്ന രീതിയിലുള്ള ഒരിടത്തുകൂടി ആയിരിക്കണം മോർച്ചറി വരേണ്ടത്. ലൊക്കേഷനിലെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ലൊക്കേഷൻ എങ്ങനെയായിരിക്കണം? അധികം ആരുടെയും ശ്രദ്ധ ചെന്നെത്താത്ത ഒറ്റപ്പെട്ട രീതിയിലുള്ള ഒരു സ്ഥലത്തായിരിക്കണം മോർച്ചറിയുടെ ലൊക്കേഷൻ വരേണ്ടത്. ഒരു സെപ്പറേറ്റ് ബിൽഡിങ്ങിലായിരിക്കണം. ആ ഒരു സെപ്പറേറ്റ് ബിൽഡിങ്ങിലേക്ക് ഡെഡ് ബോഡീസ് കൊണ്ടുവരുമ്പോ യാതൊരു വിധത്തിലുള്ള ഒരു ശല്യങ്ങളോ അല്ലെങ്കിൽ ശല്യപ്പെടുത്തലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു സ്ഥലത്തായിരിക്കണം മോർച്ചറി കോംപ്ലക്സ് വരേണ്ടത്. ഇനി ആ ഒരു മോർച്ചറി കോംപ്ലക്സ് എന്തിലൊക്കെ എത്തിപ്പെടാൻ പറ്റുന്നതായിരിക്കണം? വാർഡിനും അതുപോലെ ICU, ഓപ്പറേഷൻ തിയേറ്റർ, എമർജൻസി ആൻഡ് പാത്തോളജി ഡിപ്പാർട്ട്മെന്റുകൾക്കൊക്കെ എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന ഒരിടത്തു കൂടി ആയിരിക്കണം ഈ ഒരു മോർച്ചറി കോംപ്ലക്സ് വരേണ്ടത്. കിട്ടിയോ ലൊക്കേഷൻ? ലൊക്കേഷൻ ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് സ്പേസ് റിക്വയർമെന്റ്. സ്പേസ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ എന്തോരം സ്പേസ് ഓരോ ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട് അവർക്ക് അവരുടെ ഫംഗ്ഷൻ ചെയ്യാനായിട്ട് അല്ലെ അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് അവർക്ക് ഇത്ര ഏരിയ ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നിശ്ചയിച്ചിട്ടുള്ള ഏരിയാസ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ആ ഏരിയാസ് അത് എത്ര സ്പേസ് ഒക്കെ അവർക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. സ്പേസ് റിക്വയർമെന്റിൽ റിലേസ് ഓൺ ദ സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് ദ വർക്ക് ലോഡ്. അവിടുത്തെ ആ ഒരു ഹോസ്പിറ്റലിന്റെ സൈസ്, ഹോസ്പിറ്റലിലെ വലിപ്പം, ആ ഒരു ടൈപ്പ് ഓഫ് ഹോസ്പിറ്റലിലെ ആ ഒരു തരം, അവിടുത്തെ ആ ഒരു വർക്ക് ലോഡ് അല്ലെങ്കിൽ ജോലി ഭാരം ഇതിനെയൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് അവിടെ എന്ത് ചെയ്യും? ആ സ്പേസിൽ വ്യത്യാസങ്ങൾ വരാം. അപ്പൊ ഹോസ്പിറ്റലിന്റെ ആ ഒരു ബിൽഡിങ്ങിനനുസരിച്ച് അല്ലെങ്കിൽ വലിയ ഹോസ്പിറ്റലുകളാണെങ്കിൽ അതിനനുസരിച്ച് അവിടെ ഉള്ള ഡിപ്പാർട്ട്മെന്റുകളും അത്യാവശ്യം അതിനനുസരിച്ചുള്ള സ്പേസുകൾ വേണ്ടി വരും അല്ലെ. ഇവിടെ ആ ഹോസ്പിറ്റലിന്റെ സൈസും ഹോസ്പിറ്റലിന്റെ ആ ഒരു ടൈപ്പ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഏത് തരത്തിലുള്ളതാണ്, അതുപോലെ അവിടുത്തെ ആ ഒരു ജോലി ഭാരം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് അതിനനുസരിച്ചാണ് ഈ ഡിപ്പാർട്ട്മെന്റ് എത്ര സ്പേസ് വേണം അല്ലെങ്കിൽ എത്ര ഏരിയ അവർക്ക് ആവശ്യമാണ് എന്ന് തീരുമാനിക്കുന്നത്. കമ്മിറ്റി ഓൺ പ്ലാൻ പ്രോജക്ട് അതൊന്നും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ കേട്ടോ? നിങ്ങൾ ചോദിക്കാറുണ്ട്, എക്സ്പെരിമെന്റ് ഫോമിൽ ചോദിക്കാറുണ്ട് കേട്ടോ. കമ്മിറ്റി ഓൺ പ്ലാൻ പ്രോജക്ട് അല്ലെങ്കിൽ COPP, കോപ്പ് അല്ലെങ്കിൽ കമ്മിറ്റി ഓൺ പ്ലാൻ പ്രോജക്ട് COPP has recommended an area of 6 to 8 square feet per bed as a general guideline. ഈ ഒരു കോപ്പ് അല്ലെങ്കിൽ കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലിലെ ഒരു പ്രൊജക്ട് ആണ്, ഒരു പ്ലാനിംഗ് കമ്മിറ്റിയാണ്.
ആ ഒരു പ്ലാനിംഗ് കമ്മിറ്റി എന്തിനാണ് ഹോസ്പിറ്റലിൽ ഉള്ളത്? ഓരോ ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റലിൽ ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകളുണ്ടല്ലോ, അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും അവരുടെ ആ ഒരു പ്രവർത്തനം വിലയിരുത്തി അവർക്ക് ഇത്ര ഏരിയാസ്, ഇന്ന ഏരിയാസ് ഇന്നതിന് വേണമെന്ന് തിരിച്ചു കൊടുക്കുന്ന അത് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്ന ഒരു കമ്മിറ്റിയാണ് ഹോസ്പിറ്റലിലെ കമ്മിറ്റിയാണ്, പ്ലാൻ കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റലിൽ ആ കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്റ്റിലുള്ള ഈ ഒരു പ്ലാൻ അവരെന്താണ്, അവർ ആ ഒരു പ്ലാൻ വെച്ചിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഇന്ന സ്പേസസ് അവർക്ക് ഫംഗ്ഷൻ ചെയ്യാനായിട്ട് ഒത്തിരി സ്പേസ്, ഇത്ര ഓരോ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഇന്ന ഏരിയ വേണമെന്നൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. അപ്പൊ ഓരോ ഏരിയയും പ്രവർത്തിക്കാനായിട്ട് എത്ര ഏരിയ വേണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ആ ഹോസ്പിറ്റലിൽ പ്ലാനിംഗ് കമ്മിറ്റിയാണ്. അവരുടെ നിർദ്ദേശപ്രകാരം, റെക്കമെൻഡ്, അതാണ് അവരുടെ ശുപാർശ പ്രകാരം 6 to 8 സ്ക്വയർ ഫീറ്റ്, എത്ര ഏരിയ ആണ്? 6 to 8 സ്ക്വയർ ഫീറ്റ്, അതായത് ഒരു ബെഡിന് 6 to 8 സ്ക്വയർ ഫീറ്റ് ഏരിയ അവരുടെ ജനറൽ ജനറൽ ആയിട്ടുള്ള നിർദ്ദേശം അനുസരിച്ച് നൽകുന്നുണ്ട്. The space requirement relies on the size and type of hospital and the workload. ആ ഹോസ്പിറ്റലിന്റെ സൈസിനനുസരിച്ച്, അതുപോലെ അവിടുത്തെ ഹോസ്പിറ്റലിലെ തരം അനുസരിച്ചും ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട വർക്ക് ലോഡ് അല്ലെങ്കിൽ ജോലി ഭാരവുമായി ബന്ധപ്പെട്ടും ഒക്കെയാണ് അവിടുത്തെ ആ ഒരു സ്പേസ് എന്ന് പറയുന്നത് വ്യത്യാസം ഇടാം. അപ്പൊ ഇവിടെ മോർച്ചറിയുമായി ബന്ധപ്പെട്ട് അതിനുള്ള സ്പേസസ് കൊടുക്കുന്നത് ഏത് കമ്മിറ്റിയാണ്? കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട്. അതായത് ഇതിന്റെയാണ് ഹോസ്പിറ്റലിലെ പ്ലാനിംഗ് കമ്മിറ്റിയാണ്. അവരാണ് ഓരോ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ഏരിയാസ് ആവശ്യമായിട്ടുണ്ടോ അവിടെ എന്തോരം ഏരിയ വേണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് അവരുടെ ശുപാർശ പ്രകാരമാണ്. അവർ ശുപാർശ ചെയ്യുന്നതനുസരിച്ച് ഒരു ജനറൽ ആയിട്ട് നിർദ്ദേശം അനുസരിച്ച് ആ ഒരു 6 to 8 ഏരിയ സ്ക്വയർ ഫീറ്റ് ഏരിയ ആണ് പെർ ബെഡിന് അവർ നിശ്ചയിച്ചിട്ടുള്ളത്. ക്ലിയർ ആയോ? സ്പേസ് റിക്വയർമെന്റ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ആ ഒരു കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അവിടെ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ഫങ്ഷണൽ ഏരിയാസ്. ഇപ്പൊ പ്ലാനിംഗ് പാരാമീറ്റർ ഓഫ് മോർച്ചറി ക്ലിയർ ആയോ? രണ്ടും പ്ലാനിംഗ് പാരാമീറ്റർ ഓഫ് മോർച്ചറി. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് നമ്മള് ഫങ്ഷണൽ ഏരിയാസ്. ഫങ്ഷണൽ ഏരിയാസ് പഠിക്കാറില്ലേ? ഏത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടും അവരുടെ ഡിപ്പാർട്ട്മെന്റിനോട് അപ്പം അല്ലെ, അവരുടെ ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ ഓരോരോ ഡ്യൂട്ടീസ് ചെയ്യാനായിട്ട് ഇന്ന സെക്ഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ടാവും. അതാണ് ഫങ്ഷണൽ ഏരിയാസ് എന്ന് പറയുന്നത്. നമുക്ക് മോർച്ചറിയുമായി ബന്ധപ്പെട്ട് ഒരു 12 ഫങ്ഷണൽ ഏരിയാസ് പഠിക്കാനുണ്ട് കേട്ടോ. 12 ഫങ്ഷണൽ ഏരിയാസ്. ഏതിന്റെയാണ് ലാസ്റ്റ് പോയിന്റ് ചോദിക്കുന്നത്? സ്പേസ് റിക്വയർമെന്റ് ആണോ നദിയ? സ്പേസ് റിക്വയർമെന്റിൽ എന്താ പറയുന്നത്? കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് ആണോ? കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട് അല്ലെങ്കിൽ കോപ്പ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ ഒരു പ്ലാനിംഗ് കമ്മിറ്റിയാണ്. ആ പ്ലാനിംഗ് കമ്മിറ്റിയാണ് ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും എത്ര ഏരിയാസ് അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് അനുവദിക്കണം എന്ന് തീരുമാനിക്കുന്നത്. ആ ഒരു പ്ലാൻ കമ്മിറ്റി അനുസരിച്ച് ഇവിടെ നമ്മൾ ആ ഒരു മോർച്ചറിയുമായി ബന്ധപ്പെട്ട് പെർ ബെഡിന്, ഒരു ബെഡിന് എത്ര കണക്കെന്നുള്ള രീതിയിലാണ് അവർ നോക്കിയിരിക്കുന്നത്. അപ്പൊ അവരുടെ ശുപാർശ പ്രകാരം എത്ര ഏരിയ വേണം? പെർ ബെഡിന് 6 to 8 സ്ക്വയർ ഫീറ്റ് ഏരിയ നൽകിയിട്ടുണ്ട്. അത് അവരുടെ ജനറൽ ആയിട്ടുള്ള ഗൈഡ് ലൈനിൽ എന്താണ്, ജനറൽ ആയിട്ടുള്ള നിർദ്ദേശപ്രകാരം അവർ ശുപാർശ ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ് പെർ ബെഡിന് 6 to 8 ഏരിയ എന്താണ് നൽകിയിരിക്കണം എന്നുള്ളത്. ആ ഒരു കമ്മിറ്റിയുടെ പ്രകാരമാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഫങ്ഷണൽ ഏരിയാസ്. ജസ്റ്റ് ഒന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഫങ്ഷണൽ ഏരിയാസ് ഒരു 12 എണ്ണം പഠിക്കാനുണ്ട്. വേറെ ഒന്നും ഇല്ലാണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ നോക്കി, പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ. പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ. പോർട്ടിക്കോ എന്ന് പറഞ്ഞാൽ എൻട്രൻസ് എന്നാണ് കേട്ടോ. കവേർഡ് എൻട്രൻസ് ഉള്ള മീനിങ് ആണ്. പോർട്ടിക്കോ എൻട്രൻസ് കേട്ടോ. മീനിങ്സ് അറിയാത്തവരുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടേക്കണം കേട്ടോ. പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ അല്ലെങ്കിൽ പാർക്കിംഗ് വിത്ത് കവേർഡ് എൻട്രൻസ്. Ample parking area with a covered area of about 80 meters square എന്നാണ് കേട്ടോ. meter square for vehicles should be facilitated at the entrance to the body store in order to protect from wet weather and screen from adjacent area with an exit to secondary road or parking area. So parking with a covered portico എന്ന് പറയുന്നത് ഇവിടെ ഒരു ആംബിൾ ആയിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ വേണം. വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ ആവശ്യമാണ്. മോർച്ചറിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. മോർച്ചറിയിൽ ഒരു വിശാലമായിട്ടുള്ള, മോർച്ചറിയുമായി ബന്ധപ്പെട്ട് ഒരു വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ വേണം. ആൻഡ് വിത്ത് എ കവേർഡ് ഏരിയ ഓഫ് അബൌട്ട്. ഇനി ഈ വെഹിക്കിൾസ് അല്ലെങ്കിൽ വാഹനങ്ങള് ഈ മോർച്ചറി ഏരിയയില്
ആംബിൾ എന്ന് പറഞ്ഞാൽ വിശാലമായ കേട്ടോ, വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ ഈ മോർച്ചറിയുമായി ബന്ധപ്പെട്ട് വേണം. ഇനി മോർച്ചറിയിലോട്ട്, അവിടെ മോർച്ചറിയില് ഡെഡ് ബോഡീസ് സൂക്ഷിച്ചിരിക്കുന്ന റൂം ഉണ്ടല്ലോ, ആ ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ഒരിടത്തേക്ക് വാഹനങ്ങൾ എത്തുന്ന ആ ഒരു വഴി, ആ ഒരു എൻട്രൻസ് ഏരിയ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, അതൊരു 18 മീറ്റർ സ്ക്വയറോളം ഉണ്ടാവും. ആ ഒരു ഏരിയ കവർ ചെയ്തിരിക്കണം. എന്താണ്, ഷീറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് അത് കവർ ചെയ്തിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ കവർ ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ഫ്രം വെറ്റ് വെതർ, നനഞ്ഞ കാലാവസ്ഥ. ഇപ്പൊ മഴ പോലെയുള്ള നനഞ്ഞ കാലാവസ്ഥ വരുമ്പോൾ മഴയൊക്കെ പെയ്യാണെങ്കിൽ ഈ ഡെഡ് ബോഡീസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ബുദ്ധിമുട്ടാകും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വെറ്റ് വെതർ അല്ലെങ്കിൽ നനഞ്ഞ കാലാവസ്ഥയിൽ നിന്നും പ്രൊട്ടക്ഷൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെഹിക്കിൾസ്, വാഹനങ്ങൾ വരുന്ന ആ ഒരു എൻട്രൻസ് പോയിന്റിൽ അല്ലെങ്കിൽ ആ എൻട്രൻസ് സ്ഥലങ്ങളിൽ കവർ ചെയ്തിരിക്കണം എന്ന് പറയുന്നത്. കിട്ടിയോ? അപ്പൊ പോയിന്റ് എന്താന്നുള്ള പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ എന്ന് പറഞ്ഞാൽ ആംബിൾ പാർക്കിംഗ് ഏരിയ, വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ മോർച്ചറിയുമായി ബന്ധപ്പെട്ട് വേണം. കൂടാതെ ഈ ഡെഡ് ബോഡീസ് സ്റ്റോർ ചെയ്യുന്ന ആ ഒരു റൂമിലോട്ട് വെഹിക്കിൾസ്, അതിനടുത്തേക്ക് വാഹനങ്ങൾ എത്തിയാലല്ലേ നമുക്ക് അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഡെഡ് ബോഡീസിന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ഏരിയ, വാഹനങ്ങൾ വരുന്ന ആ ഒരു എൻട്രൻസ് ഏരിയ, വരുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്ത് ചെയ്തിരിക്കണം? കവർ ചെയ്തിരിക്കണം. മുകൾ ഭാഗം കവർ ചെയ്തിരിക്കണം. അങ്ങനെ 18 മീറ്റർ സ്ക്വയർ ഏരിയയോളം, ആ ഒരു ഏരിയയുടെ റേഞ്ച് ആണ് പറയുന്നത് കേട്ടോ. 18 മീറ്റർ സ്ക്വയറോളം ഏരിയ എന്ത് ചെയ്യണം? കവർ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ, അങ്ങനെ കവർ ചെയ്യുന്നത് കൊണ്ട് വെറ്റ് വെതർ അല്ലെങ്കിൽ നനഞ്ഞ കാലാവസ്ഥയിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കവർ ചെയ്യണമെന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആയോ? കിട്ടിയോ? അപ്പൊ ഇത് എന്താ ഉദ്ദേശിക്കുന്നത്? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് സ്ക്രീൻ ഫ്രം അഡ്ജസെന്റ് ഏരിയ. അഡ്ജസെന്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞു, ഇപ്പൊ നമ്മൾ മോർച്ചറി എന്ന് നമ്മൾ അങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ കാണാറില്ല അല്ലെ. അപ്പൊ തൊട്ടടുത്ത് മറ്റെന്തെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളോ കാര്യങ്ങളോ, ഇപ്പൊ സ്പേസ് കുറവുള്ള ഒരു ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് ചിലപ്പോൾ മോർച്ചറി വെക്കേണ്ടതായിട്ട് വന്നില്ല വരാം. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ആ ഒരു തൊട്ടടുത്ത് മറ്റെന്തെങ്കിലും ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്, അവിടെ ആളുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ മോർച്ചറിയുടെ ആ ഒരു ഏരിയ, തൊട്ടടുത്ത ഏരിയ എന്ത് ചെയ്യുക? സ്ക്രീൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ മറ ഉപയോഗിച്ച് മറച്ചു കളയുക എന്നുള്ളതാണ്. സ്ക്രീൻ ദ അഡ്ജസെന്റ് ഏരിയ. അഡ്ജസെന്റ് ഏരിയ എന്ത് ചെയ്യുക? സ്ക്രീൻ ചെയ്യുക അല്ലെങ്കിൽ മറയ്ക്കുക. വിത്ത് ആൻ എക്സിറ്റ് ടു, അതേപോലെ തന്നെ എക്സിറ്റ് പോയിന്റ്, ഇതിനൊരു എൻട്രൻസ് പോയിന്റും എക്സിറ്റ് പോയിന്റും ഈ ഒരു മോർച്ചറിയുമായി ബന്ധപ്പെട്ട് സെപ്പറേറ്റ് എക്സിറ്റ് ആൻഡ് എൻട്രൻസ് പോയിന്റ് ആണ് കേട്ടോ. ഹോസ്പിറ്റലിലെ മെയിൻ എൻട്രൻസിലൂടെ അല്ല നമ്മൾ ഈ ഡെഡ് ബോഡീസിനെ കൊണ്ടുവരുന്നത് കുറിച്ച് കൊണ്ടുപോകുന്നത് അങ്ങനെയല്ല. അതേസമയം മോർച്ചറിക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് പോയിന്റും എക്സിറ്റ് പോയിന്റും ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു എക്സിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് എങ്ങോട്ടാണ്? ആ ഒരു പാർക്കിംഗ് ഏരിയയിലോട്ട്, മോർച്ചറിയുടെ പാർക്കിംഗ് ഏരിയയിലോട്ട് ഓപ്പൺ ആവുന്ന രീതിയിലുള്ളതാവാം. അല്ലാന്നുണ്ടെങ്കിലോ സെക്കൻഡറി റോഡ് എന്ന് പറയുന്നത് മെയിൻ റോഡ് അല്ല, നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കയറുന്ന ഒരു മെയിൻ റോഡ് അല്ല പറയുന്നത്, മറ്റ് എൻട്രൻസ്, മറ്റ് റോഡിന്റെ മറ്റേതെങ്കിലും ഒരു ഭാഗത്തേക്കുള്ള സെക്കൻഡറി റോഡിലോട്ടുള്ള ഒരു എന്താണ് ഓപ്പണിങ്ങും ഉണ്ടായിരിക്കണം. ഇതിലൊരു എക്സിറ്റ് പോയിന്റും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താ? ഫസ്റ്റ് ഫംഗ്ഷണൽ ഏരിയ ആണ് നമ്മൾ പറഞ്ഞത് പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ, ഒരു വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ മോർച്ചറിയുമായി ബന്ധപ്പെട്ട് വേണം. അതുപോലെ തന്നെ ആ മോർച്ചറിയിലെ ഡെഡ് ബോഡി സൂക്ഷിച്ചിരിക്കുന്ന സ്റ്റോറിലേക്ക് വാഹനങ്ങൾ എത്തുന്ന ആ ഒരു വഴി അല്ലെ, ആ ഒരു എൻട്രൻസ് പോയിന്റിൽ, ആ ഒരു എൻട്രൻസ് എങ്ങനെയായിരിക്കണം? എന്തെങ്കിലും ഉപയോഗിച്ച് മുകൾ ഭാഗം കവർ ചെയ്തിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? നനഞ്ഞ കാലാവസ്ഥയിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും ക്ലിയർ ആയല്ലോ. അതുപോലെ തന്നെ തൊട്ടടുത്ത അഡ്ജസെന്റ് ഏരിയാസിൽ നിന്നും അവർക്ക് അത് കാണാതിരിക്കാൻ വേണ്ടി ബോൺസ് അങ്ങോട്ടും ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് കാണാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് സ്ക്രീനിങ് ചെയ്യുക, മറ വെക്കുക. അതുപോലെ തന്നെ ഒരു സെപ്പറേറ്റ് എക്സിറ്റ് ഉണ്ടായിരിക്കണം. ആ എക്സിറ്റ് എങ്ങോട്ടായിരിക്കണം? ഒന്നുകിൽ ഈ ഡെഡ് ബോഡീസ് കൊണ്ടുപോയി എക്സിറ്റ് ചെയ്യുന്നത് അവരുടെ ആ ഒരു പാർക്കിംഗ് ഏരിയയിലോട്ടാണ്. അതിന്റെ ആ ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഈ മോർച്ചറിയുമായി ബന്ധപ്പെട്ട പാർക്കിംഗ് ഏരിയയിലോട്ടാവാം അതിന്റെ എക്സിറ്റ്, അല്ലാന്നുണ്ടെങ്കിലോ സെക്കൻഡറി റോഡ്, മറ്റ് അതായത് പൊതുവായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കയറുന്ന ഒരു റോഡല്ല, ഇപ്പുറത്തെ വശം ആ ഒരു എൻട്രൻസിനടുത്തുള്ള ആ മറ്റൊരു റോഡിലേക്ക് ആയിരിക്കണം ഇത് പുറത്തേക്ക് കൊടുക്കുക, ആ വാതിൽ പുറത്തേക്ക് കൊടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ ക്ലിയർ ആയോ? ഓക്കെ, നമ്മൾ ഇത്രേ എടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരണം കേട്ടോ, എന്നാലേ ബാക്കിയുള്ളത് പറയുമ്പോൾ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇത്രയും ഭാഗം നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷണൽ ഏരിയാസ് ഫസ്റ്റ് 1 വരെ പറഞ്ഞിട്ടുണ്ട്. അത്രയും ഏരിയ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.